നല്ല സിനിമയാണ്. ഒരു സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് എടുത്ത് നന്നായിട്ട് ചെയ്തിട്ടുള്ള മൂവിയാണ്. പിന്നെ കേരള സ്റ്റേറ്റിന് അഗൻസ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ അത് ആൾക്കാർ അറിയണം ദാറ്റ് ദിസ് ഇസ് വാട്ട് ഇറ്റ് ഈസ് ഹാപ്പനിങ് കറണ്ട് സൊസൈറ്റി. ബിക്കോസ് നമുക്ക് ലോ ആൻഡ് ഓർഡർ, നമുക്കൊരു ഇഷ്യൂ വന്നാൽ നമ്മൾ സ്റ്റേഷനിൽ പോകാനോ അല്ലെങ്കിൽ കോർട്ടിലോട്ട് പോകുന്നത് ദാറ്റ് വി ബിലീവ് ദാറ്റ് ഓക്കെ വി വിൽ ഗെറ്റ് ജസ്റ്റിസ് ഫ്രം ദർ. പക്ഷേ ഇപ്പോൾ വരുന്ന കുറേ കേസുകൾ എന്താണ്, നമുക്ക് മീഡിയ തരുന്ന ഒരു അപ്ഡേറ്റ് മാത്രമാണ് നമ്മൾ അറിയുന്നത്. വിക്ടിംസ് ആയിട്ട് അവർ പോർട്രേ ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ അറിയുന്നത്. പക്ഷേ ഇൻ റിയൽ അതല്ല വരുന്നത്. അത് നന്നായിട്ട് ഇതിൽ കാണിച്ചിട്ടുണ്ട്. ആൻഡ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇങ്ങനെയും ലോസ് ഉണ്ട്. ബിക്കോസ് നമ്മൾ അങ്ങനെ വായിക്കുന്ന ആൾക്കാരൊന്നുമല്ലല്ലോ. ഇങ്ങനെയൊക്കെ സിനിമകൾ വരുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്ന് അറിയുന്നത്. ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ നടക്കുന്ന റേപ്പ് കേസസിനെ വെച്ചിട്ട് ദിസ് ഓൾസോ ക്യാൻ ബി ഡൺ എന്ന് പറഞ്ഞ് ആൾക്കാർക്ക് ഒരു ഇൻഫർമേഷൻ തരുന്നൊരു മൂവിയാണ്. ആൻഡ് എബവ് ദാറ്റ് നല്ലൊരു ത്രില്ലർ മൂവിയാണ്. ഒരു സെക്കൻഡ് ഹാഫ് വരെ നമുക്ക് മനസ്സിലാവില്ല സ്റ്റോറി എവിടെ പോയി അവസാനിക്കും, വാട്ട് വിൽ ബി ദ എൻഡിങ്, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനേ പറ്റത്തില്ല. നല്ലൊരു മൂവിയാണ്. അനുപമ ഹാവ് ടു സേ, പുള്ളിക്കാരി നല്ല മെച്ചുവേർഡായിട്ട് വളരെ നന്നായിട്ട് ഈ റോള് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഒരു സെൻസിറ്റീവ് ക്യാരക്ടറാണ്. ഓവറാന്ന് പറയാനുള്ള ഒന്നുമില്ല. വെരി നൈസ്ലി ഷീ ഹാവ് ഹാൻഡിൽ. പിന്നെ സുരേഷ് ഗോപിക്ക് നമുക്ക് കാണുമല്ലോ പുള്ളിയുടെ പണ്ടത്തെ ഒരു ഇംഗ്ലീഷ് മാസ് ഡയലോഗ് പഞ്ച് അതൊക്കെ ഉണ്ട്. പക്ഷേ പുള്ളിക്കാരനെക്കാട്ടിയും കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത് ടൈറ്റിൽ റോൾ ചെയ്ത അനുപമയ്ക്ക് തന്നെയാണ്. പിന്നെ പുള്ളിക്കാരൻ്റെ മോനെ പറ്റി ആൾക്കാർ പറയുന്നുണ്ട് ദാറ്റ് ഹി ഹാവിൻ ഡൺ വെൽ. അത് വി ഓൾസോ ഹാവ് ടു തിങ്ക്. പുള്ളിക്കാരൻ്റെ ആദ്യത്തെ സിനിമയാണ്. അതിനേക്കാളേറെ ആളെക്കാളും ഇമ്പോർട്ടൻസ് അനുപമയ്ക്കാണ് ഉള്ളത്. ആൻഡ് ഷീ ഹാവ് ഹാൻഡിൽഡ് ഇറ്റ് വെരി നൈസ്ലി.